ഇറാനിൽ സംഭവിച്ച ഇരട്ട ബോംബ് ബ്ലാസ്റ്റിന് പിറകിൽ ഇസ്രായേലാണെന്ന് പറഞ്ഞ അഭിപ്രായമാണ് ഇന്ന് ഇറാന്റെ പ്രസിഡന്റ് എബ്രഹാം റൈസി ഉന്നയിച്ചിരിക്കുന്നത്. എബ്രഹാം റൈസിയെ കൂടാതെ പല പ്രധാനപ്പെട്ട ഇറാനി പൊളിറ്റീഷ്യൻസും ഈ ഒരു അഭിപ്രായം ഏറ്റുപറയുന്നത് കാണാൻ സാധിക്കും. Iran has blamed United States and Israel for the twin explosions that have killed at least 95 and injured over 200. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇത് മാറപ്പെടുന്ന അഭിപ്രായങ്ങളും ഇന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇറാന്റെ ഈ മുഴുവൻ ആരോപണങ്ങളെയും പൂർണ്ണമായിട്ടും റദ്ദാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുള്ള പ്രതികരണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അമേരിക്കയെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു വൈഡർ റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുമെന്ന അഭിപ്രായങ്ങളും ഇന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറുഭാഗത്ത് ഹൂതി യുവതിയുടെ ശക്തമായ പ്രതികരണം ഇന്ന് റെഡ് സീയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് റെഡ് സീയെയും മിഡിൽ ഈസ്റ്റിനെയും ബാധിക്കുന്ന വലിയൊരു സംഘർഷമായിട്ട് മാറുമോ എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. Iran has blamed the United States and Israel for the twin explosions that have killed at least 95 and injured over 200. നമുക്കാദ്യം ഈ ഒരു ബോംബ് ബ്ലാസ്റ്റിന് ശേഷം വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ പറ്റി മനസ്സിലാക്കാം. ഇതിനോടകം 100-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് പറയുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. സോ അപകടത്തിന്റെ തീവ്രത അത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായ വിശദീകരണം ഇത് ഇറാന്റെ അകത്തുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് നടത്തിയ അറ്റാക്ക് അല്ലെന്നാണ്. കാരണം ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അറ്റാക്ക് നടത്തിയെങ്കിൽ അവർ ഒരു പക്ഷേ അങ്ങനെ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ പോലും അതൊരു സൂസൈഡ് ബോംബ് ബ്ലാസ്റ്റ് ആയിട്ട് മാത്രമേ നടത്തുകയുള്ളെന്നും അതുകൊണ്ട് തന്നെ ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ഏതോ ഒരു രാജ്യം ഒരു ഇറാന്റെ ശത്രു രാജ്യമാണ് നടപ്പാക്കിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ സുപ്രീം ലീഡറായിട്ട് വിശേഷിപ്പിക്കുന്ന ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇറാനെ ശത്രുവായി കാണുന്ന ഇറാന്റെ എനിമി സ്റ്റേറ്റ് ആയിരിക്കും ഈ ഒരു ആക്രമണത്തിന് പിറകിലെന്ന് അദ്ദേഹം പേരെടുത്ത് പറയാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയും അമേരിക്കെതിരെയും ഈ ഒരു മൊത്തം ബ്ലാസ്റ്റിന് പിറകിലെ ഉത്തരവാദിത്തം മാറുമെന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു രാജ്യത്തിന്റെ പേര് പറയാതെയാണ് സംസാരിച്ചെങ്കിലും പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് എബ്രഹാം റൈസി അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചത്. എബ്രഹാം റൈസി പറഞ്ഞത് ഈ ഒരു സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ തീവ്രമായ ആശയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ഇറാന്റെ ഭാഗത്തുണ്ടാവുമെന്നാണ്. എന്നാൽ ഇറാന്റെ തന്നെ മറ്റു പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടെ അമേരിക്കയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തുവെന്നും അത് ഖ്വാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷികത്തിന്റെ അന്ന് നടത്താനുള്ള കാരണം അത് ഇറാനെ നൽകുന്ന ഒരു താക്കീതായിട്ടും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിയും അമേരിക്കയുടെയും പ്രസൻസ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണിച്ചു കൊടുക്കാനുള്ളതെന്ന് പറയുന്ന അഭിപ്രായമാണ് ഇന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇറാന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പല പ്രതികരണങ്ങളും ഇസ്രായേലുമായിട്ടൊരു കൊമ്പുകോർക്കാനുള്ള കാരണമായിട്ട് മാറുമോ എന്നൊരു അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം എല്ലാം തന്നെ ഇസ്രായേലാണ് ഈ ഒരു അറ്റാക്കിന് പിറകിലെന്ന കാര്യത്തിലോട്ട് വിരൽ ചൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ വീണ്ടും പ്രതിപ്പട്ടികയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇറാൻ ശക്തമായ ഒരു പ്രോക്സി വാർ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഇന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു പ്രോക്സി വാർ? ഈ സംശയം പലർക്കും ഉണ്ടായേക്കാം. അതായത് ഇറാൻ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിലോട്ട് ഇറങ്ങാതെ മറ്റു പല ചെറുതും വലുതുമായ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന നീക്കമാണ് ഈ ഒരു പ്രോക്സി വാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ അത്രയും ഒരു പ്രോക്സി വാർ അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് തന്നെ ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. ഹമാസും ഹെസ്ബുള്ളയും എല്ലാം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ്. സോ ഈ ഒരു പ്രോക്സി ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്ക് ഇറാൻ ഇന്റൻസിഫൈ ചെയ്യുമെന്നുള്ള കാര്യത്തെപ്പറ്റിയും ഇന്ന് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനിയുടെ ചില വാക്കുകൾ കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം തന്നെ ഇറാന്റെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടും അവരുടെ മിലിറ്ററി ലീഡേഴ്സിനോടും പറയുന്ന അഭിപ്രായമാണ് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കണമെന്ന്. ഈ മുഴുവൻ പ്രശ്നത്തിനും കൂടുതൽ രൂക്ഷമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നും അങ്ങനെ ശ്രമിച്ചാൽ ആ തക്കം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കാനായിട്ടും ഇറാനെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇറാന്റെ മിലിറ്ററി ലീഡേഴ്സിനോട് നിങ്ങൾ തൽക്കാലം ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് എടുക്കുക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായിട്ട് ന്യൂയോർക്ക് ടൈംസിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അമേരിക്ക പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ ഇസ്രായേലിന് പങ്കില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഒരു വെള്ളക്കൊടി വീശുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മുഴുവൻ അറ്റാക്ക് ഈ 2 ബോംബ് ബ്ലാസ്റ്റിന് പിറകിലും അമേരിക്കയോ ഇസ്രായേലോ ഇൻവോൾവ് ചെയ്തിട്ടില്ലെന്നും ഇത് ഇറാന്റെ അകത്തേനുള്ള മറ്റു പല ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നടത്തിയ അറ്റാക്ക് ആയിരിക്കാമെന്നും ഇതൊരു ISIയുടെ അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ മോഡലുള്ള അറ്റാക്ക് ആണെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷമായ രാജ്യമായതുകൊണ്ട് അവിടെയുള്ള സുന്നി മൈനോറിറ്റിയിൽപ്പെടുന്ന പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായിരിക്കാം ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുക എന്നൊരു അഭിപ്രായമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. അമേരിക്കയുടെ അഭിപ്രായം പൂർണ്ണമായിട്ടും ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. ഇറാൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഇതൊരു ISIയുടെ മോഡൽ അറ്റാക്ക് അല്ലെന്നും മറിച്ച് മൊസാഡിന്റെ രീതിയിൽ അറ്റാക്ക് ആണെന്നാണ് ഇറാന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്.
ഈ ഒരു മൊത്തം പ്രശ്നവും വീണ്ടും വീണ്ടും വലിഞ്ഞു പോകുന്ന ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുമോ എന്നൊരു അഭിപ്രായം കേൾക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പ്രദേശം, ആ പ്രദേശത്തുണ്ടാകുന്ന യുദ്ധം, ആ യുദ്ധം പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് മറ്റു പല ഭാഗത്തോടും വ്യാപിക്കുകയാണെങ്കിൽ അത് ആ മുഴുവൻ റീജിയനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. അങ്ങനെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ മുഴുവൻ അറ്റാക്കിങ്ങും ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേൽ പൂർണ്ണമായിട്ടും അവരുടെ സൈനിക ബലം ശക്തമാക്കി മാറ്റുകയും ഒപ്പം ഹമാസിന്റെ കൺട്രോളുള്ള ഗാസയുടെ അകത്തോട്ട് പ്രവേശിക്കുകയും അവിടെയുള്ള പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയും മനുഷ്യരഹിതമായ പല ക്രൂരതകളും രണ്ട് കൂട്ടർ നടപ്പാക്കുന്ന ഒരു അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൂതി വിമതർ, യമനിലുള്ള 2000 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആ ഒരു ഭാഗത്തെ ഹൂതി വിമതർ ചെങ്കടലോട്ട് പോകുന്ന പല ട്രാൻസ്പോർട്ടേഷൻ ഷിപ്പുകളും പല കാർഗോ ഷിപ്പുകളും ബ്ലോക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഹൂതി വിമതരാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ ഒരു റീജിയനിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഹൂതി വിമതരാണെങ്കിലും ഹെസ്ബുള്ള എന്ന് പറയുന്ന ലെബനനിലെ ഗ്രൂപ്പാണെങ്കിലും ഹമാസ് എന്ന് പറയുന്ന ഗാസിയിലെ ഗ്രൂപ്പാണെങ്കിലും ഇവരെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട്, ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പവറായിട്ട് മാറിയിരിക്കുന്ന ഇറാനാണ്. ഇറാന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം ഈ ഭാഗത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. സോ ഹൂതി വിമതർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൂതി വിമതർ ഈ ചെങ്കടലോട്ട് പോകുന്ന പല കപ്പലുകൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂതി വിമതരെ സ്റ്റോപ്പ് ചെയ്യാനും അവരെ പൂർണ്ണമായിട്ടും അടിച്ചമർത്താനായിട്ടും അമേരിക്ക ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് ഫോഴ്സിന്റെ മുഴുവൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകൾക്ക് സഹായമായിട്ട് പ്രവർത്തിക്കാനും പ്ലസ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് അവിടെ മുഴുവനും ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക ഏറ്റവും ഒടുവിൽ ഹൂതി വിമതരുടെ 3 കപ്പലുകൾ തകർത്തായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന 10ഓളം വരുന്ന ഹൂതി ഫൈറ്റേഴ്സ് കൊല്ലപ്പെട്ടുവെന്നും അമേരിക്കൻ മീഡിയസ് കൺഫേം ചെയ്യുന്നുണ്ട്. സോ ഈ മൊത്തം വാർത്തകൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹൂതിയുടെ അറ്റാക്ക് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇറാന്റെ കയ്യിലുള്ള പല ഡ്രോണുകളും ഹൂതി വിമതർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ അറ്റാക്ക് കൂടുതലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതുവഴി പ്രശ്നം വരാൻ പോകുന്ന ഈ ഭാഗത്തു നടക്കുന്ന ചരക്ക് നീക്കമാണ്. സോ ഇന്റർനാഷണലി ഫ്രീ ആയിട്ട് പോകുന്ന ചരക്ക് നീക്കം അത് സ്റ്റോപ്പ് ചെയ്യപ്പെടാനും അതുവഴി സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം സംഭവിക്കാനും പല യൂറോപ്യൻ രാജ്യങ്ങൾ കാരണമായേക്കാം. സോ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹൂതിയുടെ അറ്റാക്കിനെ തടയാനായിട്ടും അവിടെ പൂർണ്ണമായിട്ടും ഒരു ടാസ്ക് ഫോഴ്സിന്റെ സജ്ജീകരണം ശക്തമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സോ ഇവരുടെ ഒരുമിച്ച് ചേർന്ന പ്രവർത്തനം ഇന്ന് യമനിലും ബാക്കിയുള്ള പല ഭാഗത്തുള്ള ഗ്രൂപ്പുകൾക്കും പ്രശ്നമായിട്ട് മാറുമ്പോൾ അവർ കൂടുതൽ ആയുധം സമ്പുഷ്ടീകരിച്ചുകൊണ്ട് അമേരിക്കയും ബാക്കിയുള്ള പല രാജ്യങ്ങളും എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു അഭിപ്രായം ഇവിടെ കാണാൻ സാധിക്കും. സോ അമേരിക്ക ഒരു പക്ഷേ ഈ മുഴുവൻ പ്രശ്നത്തെയും പരിഹരിക്കാനായിട്ട് ഇവിടെ അമേരിക്കയുടെ ലോക പോലീസ് എന്ന് പറയുന്ന ഒരു തീരുമാനം വീണ്ടും എടുത്തു വയ്ക്കാൻ ശ്രമിച്ചാൽ അത് ഒരു വൈഡർ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറിയേക്കാം. അങ്ങനെ വന്നാൽ ഈ ഭാഗത്തുള്ള പല രാജ്യങ്ങൾക്കും എക്കോണമിക്കൽ പ്രോബ്ലം ആയിട്ട് ഇത് മാറപ്പെട്ടേക്കാം. കാരണം വൈകാതെ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആന്റോണിയോ ബ്ലിങ്കൻ ഇസ്രായേലോട്ടും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളോട്ടും സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹമാസ് ഇസ്രായേൽ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള പല തീരുമാനമെടുക്കാനും പ്ലസ് ഗൾഫ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇസ്രായേലിന് തേടിക്കൊടുക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർശന സമയത്ത് മേ ബി കൂടുതൽ അഗ്രസീവ് ആക്ഷൻസ് ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്ത് വെച്ചേക്കാം. കാരണം ഹെസ്ബുള്ളയുടെ കൺട്രോളുള്ള ലെബനനിൽ വെച്ചിട്ടാണ് ഹമാസിന്റെ ഒരു സെക്കൻഡ് ഡെപ്യൂട്ടി ലീഡറെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത്. സോ അതുകൊണ്ട് ആ ഒരു അറ്റാക്കിന് പ്രതികരണമായ രീതിയിൽ ഹെസ്ബുള്ള വ്യാപകമായ ഒരു അറ്റാക്ക് ഈ ഒരു അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് വരുന്ന സമയത്ത് നടപ്പാക്കിയേക്കാവുന്ന ഒരു ആശങ്കയും കാണാൻ സാധിക്കുന്നുണ്ട്. സോ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി മാറ്റുവാനുള്ള സാധ്യത അവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ ഇറാന്റെ അകത്ത് നടന്ന അറ്റാക്കിന് ശേഷം ഇറാനും ഈ മുഴുവൻ പ്രശ്നത്തിലും കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റിയും ഇവിടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. സോ ഓവറോളായിട്ട് ഈ ഒരു മുഴുവൻ പ്രശ്നം അത് കൂടുതൽ മേഖലയോട്ട് വ്യാപിച്ചുകൊണ്ട് വലിയൊരു റീജിയണൽ വാറായിട്ട് മാറിയേക്കാമെന്നൊരു അഭിപ്രായം ഇവിടെ കേൾക്കാൻ സാധിക്കും. ഈ പ്രശ്നം എന്തായാലും ഇന്ത്യ പോലത്തെ നമ്മുടെ രാജ്യത്തിനും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇന്ത്യ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു റെഡ് സീ വേള ചരക്ക് നീക്കം. ഇന്ത്യൻ എക്കോണമിക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഈ റെഡ് സീ വേള ചരക്ക് നീക്കത്തെ പറ്റിയും അവിടെ വരുന്ന പ്രശ്നം ഇന്ത്യ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ സംസാരിച്ചാണ്. സോ ഇത് മാത്രമല്ലാതെ ഈ മിഡിൽ ഈസ്റ്റ് നടക്കുന്ന യുദ്ധം അത് കൂടുതൽ മേഖലയോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല പൗരന്മാരും ഈ ഒരു മിഡിൽ ഈസ്റ്റ് താമസിക്കുന്നുണ്ട്. അവർക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം. സോ അവിടെ വരുന്ന പ്രശ്നം അതൊരു എക്കോണമിക്കൽ ഇമ്പാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കാര്യമായൊരു പ്രശ്നമായിട്ടും ഇന്ത്യയുടെ എക്കോണമിയിൽ വന്നേക്കാം. സോ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇവിടെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരുടേതായ പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടി ഈ പ്രശ്നത്തെ വീണ്ടും വീണ്ടും ഊതിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെങ്കിലും ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനി ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും വേണ്ട കോമൺ ബെനിഫിറ്റ് അധികാരം എന്ന് പറയുന്ന കാര്യമാണ്. ഈ അധികാരം സസ്റ്റെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് വേണം. ജനങ്ങൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സ്വന്തം രാജ്യത്തിന് ആപത്ത് വരുമ്പോഴാണ്. സോ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നേതാവ് തങ്ങളാണെന്ന് പറയുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അതുവഴി ഇവരുടെ പവർ വീണ്ടും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമോ എന്നൊരു ആശങ്ക ഇവിടെ അവസാനിക്കുന്നില്ല. സോ ഈ ഒരു ആശങ്ക തുടർന്നുകൊണ്ട് തന്നെ ഇന്ന് പലതരം പുതിയ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.